ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ സ്കിൻ കെയറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകും കേട്ടോ. അപ്പൊ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ നല്ലത് ഇങ്ങനത്തെ ഒരു മെത്തേഡാണെന്ന് തോന്നുന്നു. എൻ്റെ ഡ്രൈ സ്കിന്നൊന്നല്ല, എന്നാലും എനിക്ക് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഒരു ഗ്ലോ തോന്നിക്കാറുണ്ട് നമ്മുടെ ഫേസിന്. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരഷൂട്ടിന്റെ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് അതും യൂസ് ചെയ്യാറുണ്ട്. അത് കിട്ടാത്ത സമയത്ത് പാരഷൂട്ടിന്റെ ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം കയ്യിൽ. ഇപ്പൊ നമ്മൾ ഒരു നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഫേസ് രാത്രി നൈറ്റ് കെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു റിസൾട്ടാണ് കിട്ടാറ്. അപ്പോൾ നന്നായിട്ട് കയ്യിലിങ്ങനെ തിരുമ്മിയതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ ഫേസും കൂടെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫേസ് വാഷാണ്. അപ്പം ഞാനിപ്പോൾ ഇതാ ബാത്റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ എക്കോ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം നിവിക്കുട്ടൻ ഉറങ്ങുകയാണ്. അപ്പം എനിക്ക് കുറച്ച് സൗണ്ട് താഴ്ത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമ്മളിനി ഓയിൽ വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്കിനി വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് വാഷായിട്ട് ഇവിടെ പപ്പായയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ പപ്പായ ബ്രൈറ്റനിങ് ഫേസ് വാഷാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വീക്സ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ പപ്പായ ബ്രൈറ്റനിങ് ഫേസ് വാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബ്രൈറ്റനിങ്ങിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നിച്ചൊരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിന്. ഇവിടെയൊക്കെ കുറച്ചൊരു മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഗുണം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു മണമാണ് പപ്പായയുടെ. അപ്പം നമുക്ക് ഫേസിൽ നമ്മളത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് തോന്നും. അപ്പോൾ അതാണ് അതിൻ്റെ സെക്കൻഡായിട്ട് എനിക്ക് കുറച്ച് നല്ലതായി തോന്നിയത്. അപ്പം എന്തായാലും ഈ ഒരു ഫേസ് വാഷാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് കുറച്ച് കഴുകിയെടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ചെറിയൊരു പൾപ്പ് ഫോമിലാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ? ഒരു പൾപ്പിൻ്റെ ഒക്കെ ഒരു രീതിയിലാണ്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തിരുമ്പി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും ഏകദേശം ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം തന്നെ തോന്നും. ഇനി നമുക്കിത് കഴുകിക്കളയാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. നമ്മൾ സ്ക്രബ് ഞാൻ മെയിൻലി ചെയ്യുന്നത് ആഴ്ചയിൽ 3 വട്ടമാണ് സ്ക്രബ് ചെയ്യാറ്. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡെഡ് സെൽസ് നമ്മൾ സ്ക്രബ് ചെയ്യാതെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ സ്ക്രബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ
വീക്ക്ലി ഒരു 2-3 ദിവസം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെയിലി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഒരു വീക്ക്ലി ഒരു 3 വട്ടം നമുക്ക് സ്ക്രബ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രബായിട്ട് ഇപ്പോൾ ഇവിടെ ഗുഡ് വൈബ്സിൻ്റെ ചെറി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രബാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മുഖമൊന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ക്രബ് ചെയ്യണത് ഈ ഒരു ഭാഗത്ത്, ഇവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെയൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ കണ്ണിൻ്റെ താഴെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷും അതുപോലെ സ്ക്രബൊക്കെ ഇട്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നന്നായി തുടച്ച് നല്ലൊരു സുഖമുണ്ട് ഇപ്പം തന്നെ. പ്രത്യേകിച്ച് ഈ ചൂടുകാലമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫേസ് വെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എന്താ പറയുക മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ടോണറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ടോണറായിട്ട് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി എന്താ പറയുക ടോണറാണ്. നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഒക്കെ നല്ലൊരു മണമുള്ളൊരു അടിപൊളി ടോണറാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണർ നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. കണ്ണിലാവാതെ ശ്രദ്ധിക്കണേ. കാരണം എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുറച്ച് ദൂരേക്ക് പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവണം. എന്നിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അബ്സോർബ് ആകുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്. ഇപ്പോൾ ടോണർ ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സിറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എൻവൈബയുടെ സിറാണ് യൂസ് ചെയ്യുന്നത്. എൻവൈബയുടെ സ്കിൻ ഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിങ് ആസ് സിറ്റിക്കോൺ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറാണ്. ഇതിൽ സാൽസിലിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി സിറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്താലും നമ്മുടെ ഫേസിന് ആ ഒരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഡ്രോപ്പിൽ എടുക്കാം. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ എവിടെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. കഴുത്തിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു സിറം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ആൻഡ് ലെമൺ സിറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഡ്രോപ്പറിൽ എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് അതിനുശേഷം നമ്മൾ 2 കൈയും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കാവ് ചെയ്ത് കൊടുക്കുക.
ഇത് നമുക്ക് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലും മോൾ ഭാഗത്തും ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ലിപ് ബാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ മേബിലിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീന്. എനിക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അതുപോലെ ഇനി മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേറെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.